അപ്പൊ കൂട്ടുകാരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ജുമാക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാക്ക് പോകുന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കാമുള്ള പള്ളി മസ്ജിദുൽ ഫാത്തിമ നബവിയിലേക്കാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ബൈബാനി ടൗണിലേക്ക് നടക്കുകയാണ്. സാധാരണ റൂമിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്കാണ് ജുമയിൽ പോകുന്നത്. ഇവിടെ സാധാരണ ഖുത്ബക്ക് മുമ്പായിട്ട് ഇങ്ങനെ ഖിറാത്തുകൾ ഉറക്കെ വെക്കാറുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും ഓട്ടോറിക്ഷകളുണ്ട്. അതിന് ഇവർ തുക് ഹിന്ദി എന്നാണ് പറയുക, ഇന്ത്യൻ ഓട്ടോറിക്ഷ. അങ്ങനെ ബൈബാനിയിലെ ടൗണിലേക്ക് എത്തുന്നതിനും തൊട്ട് മുമ്പായിട്ട് ഒരു ചിക്കൻ സ്റ്റാൾ കിട്ടും. സാധാരണ റൂമിലേക്ക് എന്തെങ്കിലും ചിക്കൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ചിക്കൻ മേടിക്കാറുള്ളത്. ഈ ചിക്കൻ സ്റ്റാളിൽ നമുക്ക് വെറും ചിക്കൻ മാത്രമല്ല കിട്ടുക, മറിച്ച് ടർക്കി കോഴി, അതുപോലെ താറാവുകള്, പ്രാവ്, മുയല്, ബോയിലർ, അതുപോലെ നാടൻ കോഴികളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇവിടുന്ന് കിട്ടും. ഇതാണ് ബൈബാനി ടൗൺ. നമ്മളെ നാട്ടിൽ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, തെരുവ് നായകളുടെ ശല്യമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ അപ്പങ്ങളാണ്. അതായത് തെരുവുകളിൽ ഈ അപ്പങ്ങൾ വിൽക്കും. ആളുകളൊക്കെ വന്ന് ഇത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. നമ്മളും ഇടയ്ക്ക് മേടിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാർക്കറ്റാണ്. നമ്മൾ സാധാരണ നാട്ടിന്റെ ഏകദേശ സാധനങ്ങളൊക്കെ കിട്ടും, പക്ഷെ എല്ലാം കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഈ മാർക്കറ്റിൽ നിന്നാണ് സാധാരണ നമ്മളും എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതും ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇവിടെ നമുക്ക് എണ്ണക്കടികളും ഐഷും ഒക്കെ കിട്ടും. അതിന്റെ കൂടെ കൂട്ടാനായിട്ട് കുറെ കറികളൊക്കെ കിട്ടും. ഇനി ഐഷൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് അവർ ഐഷ് ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ക്യാമറ കാണുമ്പോൾ അവർക്ക് വളരെ ആവേശമാണ്, അവർ വീഡിയോ എടുക്കാനൊക്കെ പറയും. അപ്പം ഐഷ് ഉണ്ടാക്കുന്നത് ഇതിലൂടെയാണ്. പിന്നെ ഇവിടെ തെരുവുകളിൽ തന്നെ നമുക്ക് കുറെ സ്നാക്സ്, ബ്രെഡ്, അതുപോലെ സ്വീറ്റ്സ്, പലവിധം മധുര പലഹാരങ്ങളൊക്കെ വെച്ചത് നമുക്കിവിടെ കാണാനായി സാധിക്കും. ഒക്കെ തുറന്നു വെച്ചത് കൊണ്ട് നമുക്കത് എടുക്കാൻ അത്ര തോന്നാറില്ല. സാധാരണ എല്ലായിടങ്ങളിലും പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഐഷ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിതാ മസ്ജിദ് അൽ ഫാത്തിമ അൻ നബവിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതാണ് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ എൻട്രൻസ്. ഇവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചെരുപ്പ് ഇവിടുന്ന് നമ്മൾ സാധാരണ എടുത്തുകൊണ്ട് ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. പള്ളിയുടെ ഉള്ളു കാണാൻ തന്നെയാണെങ്കിൽ ഒരുപാടുണ്ട്, കാരണം വലിയൊരു പള്ളിയാണ്.
അങ്ങനെ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ജനാസ കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാവരും ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മഹദി അവറുകളുടെ മക്കാമിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ സിയാറത്ത് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ജുമാ കഴിഞ്ഞതിന് ശേഷം മഹദി അവറുകളുടെ മക്കാമിൻ്റെ ചാരത്ത് വന്ന് സൂറത്തുൽ ഫാത്തിഹയും യാസീനും അതുപോലെ ഇഖ്ലാസ് മഅവിദത്തീനൊക്കെ പാരായണം ചെയ്ത് അവരുടെ പ്രയാസങ്ങളൊക്കെ മഹദിയുടെ അരികിൽ പറഞ്ഞുകൊണ്ട് അവർ മഹദി അവറുടെ മക്കാമിൽ നിന്നും ബറക്കത്തെടുത്തുകൊണ്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബീവി അവറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ പേര് ഫാത്തിമ എന്നാണ്. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അതേ പേരാണ് അവിടുത്തെ പേരമകളാകുന്ന ഈ ഫാത്തിമ നബവിയ ബീവി അവറുകൾക്ക് വിട്ടത്. അത് ഒരു ബറക്കത്തിന് വേണ്ടിയാണ് അങ്ങനെ പേരിട്ടത്. മഹദി അവറുകൾക്ക് അഹ്ലുബൈത്തിൽപ്പെട്ടത് തന്നെ ഏറ്റവും വലിയ മഹത്വമാണ്. അതോടൊപ്പം വലിയ മഹാപണ്ഡിതയായിരുന്നു എന്നാണ്. ഒരുപാട് കാലങ്ങളോളം സ്ത്രീകൾക്ക് മാത്രം കർമ്മശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകൾ മഹദി അവറുകൾ എടുത്തു കൊടുക്കുമായിരുന്നു എന്നാണ്. മാത്രമല്ല ഹദീസ് റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരു മഹദിയും കൂടിയാണ്. അവിടുത്തെ പിതാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ അവിടുത്തെ പിതൃവ്യ സഹോദരിയായ സൈനബ് ബീവിയിൽ നിന്നുമൊക്കെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെ ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹും ഇവരിൽ നിന്നൊക്കെ മഹദി അവറുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹദി അവറുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പറയാം. മാ മിൻ മുസ്ലിമിൻ വലാ മുസ്ലിമത്തിൻ യുസാബു ബിമുസീബത്തിൻ ഫയദ്കുറുഹാ وإن طال عهدها فيحدث لذلك استرجاعا إلا جدد الله له عند ذلك فأعطاه مثل أجرها يوم أصيب بها صدق رسول الله صلى الله عليه وسلم. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹദിയായ ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹു മഹദി അവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരട്ടെ. അങ്ങനെ ജുമാ കഴിഞ്ഞ് നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹിഫൽ ഇവിടെ ദറാസയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മസ്ജിദ് സയ്യിദ് അഹ്മദ് ദർബീരി നമ്മളൊക്കെ ദർസുകളിലൊക്കെ ഓതുന്നു. മഹ്ഫത്തുൽ ഇഖ്വാൻ എന്ന കിതാബിന്റെ മുസന്നിഫായ അഹ്മദ് ദർബീരി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെയാണ് മസ്ജിദ് സയ്യിദ് അഹ്മദ് ദർബീരി പള്ളിയും അവരുടെ മക്കാമും ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. ഇത് മഹാനായ ഇമാം ദർദീരി തങ്ങളുടെ ഖലീഫമാരാകുന്ന മഹാന്മാരുടെ മക്കാമാണ്. പള്ളി തൊട്ടടുത്താണുള്ളത്. അങ്ങനെ പള്ളിയിലേക്ക് കയറി നോക്കിയപ്പോഴാണ് അവിടെ ഒരുപാട് മജ്ലിസുകൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്.
അള്ളാഹു മഹാന്മാരുടെ മഹത്വം ലഭിച്ചവരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക.